വേണമെന്നില്ല, നമ്മുടെ പഴയ കാലഘട്ടം അങ്ങനെ അങ്ങ് പോട്ടെ. അങ്ങനെയാണ് ശിങ്കടിയായിട്ട് എന്റെ സുഖേട്ടനെ നമുക്ക് എടുക്കാന്ന്. അടിപൊളിയായിരിക്കും. സത്യൻ സാറും സുകുമാരൻ സാറും ഓക്കെ, അടിപൊളി. ഇനി ഇന്ദ്രജിത്തിന്റെ നമ്മളുടെ ഗോവർദ്ധൻ ഒരു കുറച്ച് നല്ല എന്താ പറയാ, സോമേട്ടൻ ആണ്. അടിപൊളിയായിരിക്കും. അറിയാമല്ലോ, കണ്ടാ വലിയ സൗമ്യനാന്ന് തോന്നി, പക്ഷെ അഭ്യാസം സകലതും കണ്ടുപിടിക്കാനുള്ള ഭയങ്കര ബുദ്ധിയായിരുന്നു. നമ്മുടെ അറിഞ്ഞടാ സുഖേട്ടനും വലിയ സുഹൃത്തായിട്ടോ. ഞാൻ എപ്പോഴും പറയും, ഏത് പാതിരാത്രിക്കും തിരുവല്ലായി ചെന്ന് കയറി ഭക്ഷണം ഉണ്ടാക്കി സുജാത എന്ന് പറഞ്ഞ് സുഖേട്ടൻ കഴിക്കുമായിരുന്നു. കഷ്ടം. എൻ്റെ ദൈവമേ, ഞാൻ എന്നും ഓർക്കും അത്. അപ്പൊ അവര് തമ്മിലുള്ള സുഹൃത്ത് ബന്ധം വെച്ച് നോക്കുമ്പോ ഗോവർദ്ധൻ ആ കോമ്പിനേഷൻ നല്ലൊരു ക്യാരക്ടറാണ് ഗോവർദ്ധൻ. ശരിക്കും നല്ലൊരു ക്യാരക്ടറാണ്. ഇതിലും ഞാൻ കേട്ടത് അങ്ങനെയാണ്, ഇന്ദ്രൻ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്നാണ് കേട്ടത്. അതിപ്പോഴും ആളുകള് വോയിസ് ഓവർ എപ്പോഴും എടുക്കാറുണ്ട്. അന്ന് ഇന്ദ്രജിത്തേട്ടൻ ചെയ്തതിന്റെ ആ സെയിം സംഭവം. ഓക്കെ, നെക്സ്റ്റ് വിവേക് ചെയ്ത ബോബിയുടെ ക്യാരക്ടർ വില്ലൻ. അന്ന് പക്ഷേ സ്റ്റൈലിഷ് ഉമ്മൊക്കെ ഉണ്ടെങ്കിലും ആ വേഷം പറ്റത്തില്ല. അല്ല, എനിക്ക് തോന്നുന്നു അന്ന് ആരായിരുന്നു ഒരു പ്രധാന, അല്ല അത്ര പഴയതാവണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാനും ജയന്റെ ആയിരുന്നു ഉദ്ദേശിച്ചത്. കുറച്ച് ഒരു വില്ലനിസം, പിന്നെ ആ ഒരു സ്വാഗ് ലുക്ക് ഒക്കെ. ഇനി ടൊവിനോ ചെയ്ത് ജതിൻ രാംദാസ്. ടൊവിനോയുടെ വേഷം കുറെ കൂടെ ഒരു സൗമ്യനായ ആരെങ്കിലും അല്ലേ? അന്നത്തെ കാലത്ത് ഒരു സൗമ്യതയാണ്. നമ്മൾ ആദ്യം വില്ലനാന്ന് വിചാരിക്കും ആള്, പക്ഷെ അല്ല ആള്. അതൊരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് ടൊവിനോന്റെ ക്യാരക്ടർ. ഒരു മെയിൻ റോളില് പണ്ടത്തെ പണ്ടൊന്നും പോവണ്ട, മല്ലികാമ്മയ്ക്ക് തോന്നുന്ന ഒരു. നസീർ സാറിനെ ഒരിക്കലും പറയാനൊക്കത്തില്ല വില്ലനായിട്ട് പിന്നെ മാറുന്നൊന്നും. ഇല്ല, അങ്ങനെയല്ല. ടൊവിനോ ശരിക്കുള്ളതാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിക്കും എന്നാ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പക്ഷെ ടൊവിനോന്റെ ആ ഒരു ഹീറോയിസം ഒക്കെ സെറ്റ് ആക്കുന്ന ഒരാള്. ടൊവിനോ എന്ന് പറയുമ്പോ നായികയുടെ ബ്രദറും കൂടാ. അതെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് നസീർ സാറോ. നസീർ സാറ് നല്ലതല്ലേ? സാർ ഒരു കണ്ടാ സൗമ്യനാണെന്ന് തോന്നുമല്ലോ. അതെ അതെ, അടിപൊളിയാണ്. ടൊവിനോ സെറ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഇനി മഞ്ജു വാര്യർ ചെയ്ത പ്രിയദർശിനി രാംദാസ്, ഒരു ലേഡി. അന്തക്കാലം മല്ലികാമ്മയുടെ പേരും വേണേ പറഞ്ഞു, നമ്മളൊന്നും നായികമാരെ നോക്കാം. ഈ പറഞ്ഞ എല്ലാ ദുഃഖങ്ങളും കടിച്ചൊതുക്കി. എനിക്കൊന്ന് ഭാരതിയായിരിക്കും നല്ലത്, ജയഭാരതി. കാരണം ഭാരതിക്ക് എല്ലാം ഒരു ബാലൻസ് ചെയ്യുന്ന ഒരാളാ ഭാരതി. ദുഃഖവും സന്തോഷവും ഡാൻസും എല്ലാം ഒരുപോലെ കൊണ്ടുപോകും. ഓക്കെ. ഇനി സച്ചിൻ കേദേക്കർ ചെയ്ത PK രാംദാസ്. സീനിയർ കുറച്ച് പ്രായം. ജോസ് പ്രകാശ്. മല്ലികാമ്മ ഓൾറെഡി അറിഞ്ഞായിരുന്നു സെഗ്മെന്റ് ഉണ്ടെന്ന്. അതല്ല, ഞാൻ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ മാഷ് ഒഴിച്ചു. പക്ഷെ സത്യൻ മാഷ് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിരുന്നു. അന്ന് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അന്ന് വിമൻസ് കോളേജിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കും. എൻ്റെ ചേച്ചിയെ ചേർക്കാനായിട്ട് വിമൻസ് കോളേജ് ചെല്ലുമ്പോൾ സത്യൻ മാഷ് ഇതുപോലെ മോനെ ചേർക്കാൻ അവിടെ ഉണ്ട്. അന്ന് തൊട്ട് ഇവർ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ അച്ഛന് എപ്പോഴെങ്കിലും ഒരു സിനിമാക്കാരൻ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്, 2 പേരുടെയാണ്, 2 അല്ല 3, സത്യമാഷ്, തിക്കുറിശി മാമൻ, അടൂർ ഭാസി, 3 പേരും അച്ഛൻ്റെ വലിയ അടുപ്പക്കാരാണ്. അപ്പൊ അങ്ങനെ അല്ലേ? ഓക്കെ. ഇനി സായ് കുമാർ ചെയ്ത മഹേഷ് വർമ്മ. അത് അന്തക്കാലത്തെ അഭിനേതാവ് എന്ന് പറയുമ്പം മഹേഷ് വർമ്മ എന്ന് പറയുമ്പോഴും ഇതുപോലെ അത്യാവശ്യം മെയിൻ ആയിട്ട് നിൽക്കുന്ന തന്നെ ആ ഒരു മൂവിക്ക് വേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. അന്നൊക്കെ രാജൻ പി ദേവിന്റെ പേര് പറയാമോ? പിന്നെ ഇനി ലാസ്റ്റ് ജോൺ വിജയ് ചെയ്ത പോലീസ് ഓഫീസർ മയിൽ വാഹനം. മയിൽ വാഹനോ? അതാരാ ചെയ്ത്? അത് മയിൽ വാഹനം എന്ന് വെച്ചാ തമിഴ് ഒരു തമിഴ് മറ്റേ ചവിട്ടുന്നത്. അത് മലയാളം ഇൻഡസ്ട്രി തന്നെ വേണമെന്നില്ല, പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം മെയിൻ ആയിട്ട് അല്ല ഉണ്ട്, മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ ചവിട്ട് കൊള്ളാനായിട്ട് പറ്റിയ ആൾക്കാർ. ഇഷ്ടംപോലെ ഒരു വില്ലൻ രീതിയിൽ പോലീസിനെ കൈകാര്യം ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ആരായിരിക്കും നല്ലത്? അത് കുഴപ്പമില്ല, ആരുടെങ്കിലും പേര് പറഞ്ഞാൽ മതി. ഉമ്മർ സാർ മതി. KP ഉമ്മർ. അടിപൊളിയായിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മളുടെ സെഗ്മെന്റും കഴിഞ്ഞു. നമ്മളിപ്പോ 1965-75 ആ കാലഘട്ടത്തില് ലൂസിഫറിനും ഫിലിം വരെ നമ്മൾ ഉണ്ടാക്കി. അയ്യോ ദൈവമേ. അയ്യോ ഓക്കെ. അപ്പൊ മല്ലികാമ്മ നമ്മള് March 27th ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പറഞ്ഞപ്പോ എനിക്കും വെപ്രാളം കയറുന്നത്. എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് മാത്രല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ലീവ് എടുത്തിട്ടാണ് അന്ന്. അല്ല സത്യം, ഒരുപാട് പേര് ലീവ് എടുത്തതാണ്. ഇപ്പം ബാംഗ്ലൂരിൽ കണ്ടില്ലേ, ഒരു കോളേജിനെ ലീവ് കൊടുത്തേക്കാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് തോന്നി ഇത്രയും ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗൾഫിൽ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട് നേരത്തെ പോകാം എന്നുള്ളത്. നമ്മളുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ വളരെ വലുതാണ്. അപ്പൊ ഈ പറയുന്ന ലണ്ടനിലെ നമ്മുടെ സൽക്കാര, നമ്മുടെ പാരഗണിന്റെ ഒക്കെ ഒരു പാർട്ട്ണറൊക്കെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ സ്വന്തമായിട്ട് തുടങ്ങി. അവരും അവിടെ 3:30 വൈകിട്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് 7:30 തുറക്കുന്നുള്ളൂ റെസ്റ്റോറൻറ്റ്, ഉച്ചയ്ക്ക് തുറക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് മോളെ. എല്ലാം ദൈവം തന്നെ നോക്കട്ടെ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, വലിയ ചേച്ചി അങ്ങനെ ഇങ്ങനെ തള്ളി പിടിച്ചു ഉന്തി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ എഴുതുന്ന ഭാഷകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത് വിട്ടുകള. അവരുടെ ജീവിതമേ ആരാണ്ട് തള്ളിക്കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം തള്ളായിട്ട് തോന്നും. കഷ്ടം. സ്വയമേ ജീവിക്കുന്നവരെല്ലാവരൊക്കെ വല്ലവനെയും തള്ളി ജീവിക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കളെ ബുദ്ധിമുട്ടിക്കാതെ അത്യാവശ്യം ആരോഗ്യം കയ്യിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്, ജോലിയൊക്കെ ചെയ്ത് അഭിനയിച്ചൊക്കെ ജീവിച്ചു പോകുന്നു. എൻ്റെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സംഭവം വരുന്നു, അത് ഇത്ര വലിയ സംസാര വിഷയമാകുന്നു. അത് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ വരുമ്പോൾ ഒരമ്മ എന്നുള്ള നിലയിൽ എനിക്ക് കേരളത്തിലെ അമ്മമാരോടാണ് ചോദിക്കാനുള്ളത്, എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? ഭഗവാനെ, ഈ ശത്രുക്കളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഭാഗത്ത് പേടിയാണ്. ദൈവമേ ഈശ്വര, അവനെ കാത്തോളണേ. ആ പടം ഗംഭീരം. അവനിത് കൊടുക്കാൻ സന്മനസ് കാണിച്ച ഒരാളുണ്ടല്ലോ, ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും. ഇവർ രണ്ടുപേരും അറിഞ്ഞ് ഒരു വിശ്വാസം അവനിൽ കൊടുത്തത് കൊണ്ടാണ് അവൻ ഇത്രയും ധൈര്യം വന്നത്. അല്ലെ, മിനിയാന്ന് മോഹൻലാൽ പറഞ്ഞിട്ട് അല്ല, കുറച്ച് പേരെ വെച്ചേക്കെ പടം എടുക്കുന്ന സംവിധാനം, 100-400 പേരും. ചെറിയൊരു പടം. അതിലാരും ചുമ്മാ പറയാൻ, ലാലുവിനും അറിയാം ആ സീനിൽ എത്ര വേണമെന്നുള്ളതും അറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വിനീതമായ അപേക്ഷ, ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടൊരു മെസ്സേജ് എനിക്കിടുക. അമ്മ കണ്ടു കേട്ടോ, കാര്യം ശരിയാണ് മോനെ, ഒരു വലിയ സംവിധായകൻ. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലെ നാടകീയ സംഭവങ്ങൾക്കും രാജ്യവിവാദങ്ങൾക്കും പിന്നാലെ വീണ്ടും കുറിപ്പുമായി ശ്വേതാ മേനോൻ എത്തി. തന്റെ യുദ്ധം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന പവർ ഗ്രൂപ്പിനോടാണെന്നും താൻ ഉള്ളിടത്തോളം കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരില്ലെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി. അക്കാര്യം ഉറപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. സംഘടനയിലെ ചിലരെ മുൻനിർത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതർ എന്ന തന്നെ വ്യക്തിപരമായി അപമാനിക്കാൻ ശ്രമിച്ചു. അവർക്കെതിരായ തന്റെ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇരകളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് മാധ്യമ ശ്രദ്ധ നേടാനോ വ്യക്തിപരമായ നേട്ടത്തിനോ വേണ്ടിയായിരുന്നില്ല എന്നും ശ്വേത പറയുന്നു. ചിലരുടെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മറുപടി പറയുന്നതിന് പകരം വ്യക്തി അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വന്നതെന്നും ശ്വേത ആരോപിച്ചു. BJP ആഭിമുഖ്യം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്കും ശ്വേതാ മേനോൻ മറുപടി നൽകി. 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ കിട്ടാൻ തനിക്ക് കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വരുന്നു എന്ന ആരോപണത്തിന്റെ യുക്തി എന്താണെന്നാണ് ശ്വേതാ മേനോൻ ചോദിക്കുന്നത്. ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരിയാണെങ്കിൽ അത് മറച്ചുവെക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ തുറന്നു പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ? ഇല്ല. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ CPIM, കോൺഗ്രസ്, BJP ആഭിമുഖ്യമുള്ള നിരവധി അംഗങ്ങളുണ്ട്. അവരിൽ ഒരാളും ഒരിക്കൽ പോലും ഉന്നയിക്കാത്ത ആരോപണമാണ് ചിലർ മാത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഞാൻ ഒരു കാര്യം വീണ്ടും വ്യക്തമായി പറയട്ടെ, അമ്മയിൽ രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുതെന്നാണ് എനിക്കെതിരെ തുടർച്ചയായി അപവാദം പ്രചരിപ്പിക്കുന്നവരോട് എന്റെ അഭ്യർത്ഥനയെന്നും ശ്വേതാ മേനോൻ കുറിച്ചു. ഭയപ്പെടുകയോ കീഴ്പ്പെടുകയോ പിന്മാറുകയോ ഇല്ല, സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയുമെന്നും ശ്വേത പറയുന്നു. അമ്മ സംഘടന ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമാധ്യമങ്ങളുടെ നിരത്തിലാണ്, മാധ്യമത്തിന്റെ മുന്നിൽ തന്നെയാണ് ശ്വേതാ മേനോൻ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് മാറിയത്. എന്നാൽ അതിന് പിന്നാലെ ശ്വേതാ മേനോൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താൻ രാജിവെച്ചിട്ടില്ലെന്നും താൻ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് എന്നും അഡോ കമ്മിറ്റിക്ക് ഈ നയിക്കാനുള്ള അവകാശം വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ അത് ശരിക്കും കണ്ട് ബാക്കി എല്ലാവരുമാണ് ഞെട്ടിയത്. കാരണം ശ്വേതയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേര്
രാജിവെച്ചിരുന്നു, മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ശരിക്കും ശ്വേതാ മേനോൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാജിവെച്ചിട്ടില്ല, ഇതെന്റെ രാജിയല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. കോടതിയിൽ വരെ ഇവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ BJP ഓഫീസ് ഉദ്ഘാടനത്തിന് ദേവനും ശ്വേതാ മേനോനും ഒന്നിച്ചെത്തുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ഈ വീഡിയോ വൈറലാകുന്ന സാഹചര്യത്തിൽ അതിൽ അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ദേവൻ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്വേതാ മേനോൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുകയാണ്. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാൻ അത്രയ്ക്കൊന്നും ശ്വേതാ മേനോൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം. ആദ്യത്തെ ആവേശത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉത്തരം മുട്ടി നിന്നപ്പോൾ ശ്വേതാ മേനോൻ ഇതിൽ നിന്നും രാജിവെക്കുകയാണ്, എനിക്കിനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും രാജിവെച്ചു. മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന പേരിലാണ് രാജിക്കത്ത് കൊടുത്തത്. ഔദ്യോഗികമായി തന്നെയാണ് ഇവരെല്ലാവരും രാജിവെച്ചത്. എന്നാൽ ശ്വേതാ മേനോൻ ആണെങ്കിൽ രാജിവെച്ചത് ഔദ്യോഗികമായിട്ടല്ല, ഈ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് എന്റെ രാജിയല്ല എന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. അതേസമയം താരസംഘടനയായ അമ്മ പിരിച്ചുവിടണമെന്ന സുധാകരന്റെ ആവശ്യത്തിനെതിരെയും നടൻ ദേവൻ സംസാരിച്ചു. അറിവില്ലായ്മ കൊണ്ടാണ് സുധാകരൻ അങ്ങനെ പറയുന്നതെന്നും സംഘടനയെക്കുറിച്ച് പഠിച്ചിട്ട് അഭിപ്രായം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമ്മ എന്ന സംഘടന പിരിച്ചുവിടണമെന്ന് പറയുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരെയും കണ്ടു. സുധാകരനെ പോലെയുള്ള ആൾക്കാരെ. അദ്ദേഹം അമ്മ സംഘടന എന്താണെന്ന് പഠിക്കാത്തത് കൊണ്ടാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അമ്മ എന്ന സംഘടന എന്ന് പറയുന്നത് ഒരുപാട് അവശ്യ കലാകാരന്മാരുടെ അത്താണിയാണ്. എല്ലാ മാസവും 1-ാം തീയതി അമ്മയിൽ നിന്നും വരുന്ന മെഡിക്കൽ കിറ്റും 5000 രൂപയുടെ ചെക്കും കാത്തിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട്. അമ്മയെ പിരിച്ചുവിടണമെന്ന് പറയുന്ന സുഹൃത്തുക്കളായ രാഷ്ട്രീയ പ്രവർത്തകരോടും നേതാക്കന്മാരോടും പറയുകയാണ്, നിങ്ങൾ ശരിക്കും അമ്മയെ പഠിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയൂ എന്നാണ് ദേവൻ പറഞ്ഞത്. സാധാരണക്കാർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത കാര്യങ്ങളാണ് അമ്മ സംഘടനയിൽ നടക്കുന്നതെന്നും സമൂഹത്തിൽ യാതൊരു സ്വാധീനവും സംഘടന ചെലുത്തുന്നില്ല എന്നുമായിരുന്നു സുധാകരൻ പറഞ്ഞത്. മോഹൻലാലും മമ്മൂട്ടിയും ഇടപെട്ട് സംഘടന പിരിച്ചുവിടണമെന്നും സംഘടനയുടെ ഒരാവശ്യവും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനെതിരെ ശക്തമായിട്ടാണ് ഇവർ പ്രതികരിക്കുന്നത്. അമ്മയിൽ നിന്നും രമേശ് പിഷാരടി പിന്മാറിയത് ഒരു വലിയ വാർത്തയായിരുന്നു. കാരണം എല്ലാവരും രാജിവെക്കുന്ന സമയത്ത് രമേശ് പിഷാരടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു രമ്യതയിൽ എത്തിക്കാൻ വേണ്ടി, ഒരു MLA കൂടിയാണ് അദ്ദേഹം. എല്ലാവരെയും ഫോൺ വിളിച്ച് എല്ലാവരോടും അതൊരു രമ്യതയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ ഇതിനിടയ്ക്ക് ശ്വേതാ മേനോനെ വിളിച്ച ഫോൺ കോള് ശ്വേതാ മേനോൻ ചോർത്തി. ആ ഫോൺ കോളിലെ ഇവരുടെ സംഭാഷണം വൈറലായി. അത് പിഷാരടിക്ക് വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇതോടെ താൻ ഇനി വരില്ല, താൻ രാജിവെക്കുകയാണെന്നും ഇത് രാജിയല്ല എന്ന് പറഞ്ഞ് പിന്നീട് താൻ വരില്ല എന്നും ശ്വേതാ മേനോനെ കുത്തിക്കൊണ്ട് തന്നെ പിഷാരടി പറയുകയും ചെയ്തിരുന്നു.